ഹലോ ഗൈസ്, ഗുഡ് മോർണിംഗ്. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നൊരു ചെറിയൊരു വീഡിയോ കേട്ടോ. നമ്മൾ ഡെയിലി ചെയ്യുന്നൊരു കണ്ടൻറ്റാണ്. കഴിച്ച മീശ എങ്ങനെയുണ്ട്? ഇതെന്താ പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ, കുട്ടനെയും കുഞ്ഞപ്പനെയും ചീക്കുടൂനെയും വീട്ടിൽ നിന്ന് കൂട്ടിക്കൊണ്ടുവരാൻ പോവാം. അവരൊരു 4 ദിവസമായിട്ട് കുട്ടൻ്റെ വീട്ടിലായിരുന്നു. 2 ദിവസം നിൽക്കാൻ വേണ്ടി പോയത്. പിന്നെ എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ വീട് കുറച്ച് പെയിൻറ്റിങ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ എന്നാൽ പിന്നെ അതും കൂടി കഴിഞ്ഞിട്ട് കൊച്ചിനെ കൊണ്ട് കൊണ്ടുവരാം, അല്ലെങ്കിൽ പെയിൻറ്റിൻ്റെ സ്മെല്ലും കാര്യങ്ങളൊക്കെ ആവുമല്ലോ. അപ്പോൾ നമ്മുടെ റൂമിൻ്റെ പെയിൻറ്റിങ് കഴിഞ്ഞ് അത്യാവശ്യം നൈസായിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് പെയിൻറ്റ് ചെയ്ത്, വേറെ ഒന്നുമില്ല കേട്ടോ. ഞാൻ ജസ്റ്റ് കാണിച്ചു തരാവേ. അയ്യോ, ഇതാണ് ഇപ്പോൾ നമ്മുടെ റൂമിൻ്റെ കളർ. നമ്മുടെ ബാക്ക് ഫുള്ള് ഞാൻ ബ്ലാക്ക് അടിച്ചു. എനിക്ക് ബ്ലാക്ക് അടിക്കുന്നത് ഭയങ്കര ആഗ്രഹമായിരുന്നു. അവിടെ ഡീപ്പായി ഇത് ചീക്കുടുൻ്റെ അലമാര. ഇവിടെ ഞങ്ങളുടെ 2 ഫോട്ടോസ്. ഇവിടെ ഒരുപാട് ഫോട്ടോസ് ഉണ്ടായിരുന്നു. ഇനിയിപ്പോൾ സ്ക്രൂ ഒക്കെ ചെയ്യണം കേട്ടോ. ഒരുപാട് ഫോട്ടോസ് ഉണ്ട് കണ്ടോ. അപ്പോൾ ഇതാണ് മൊത്തത്തിലുള്ളൊരു വ്യൂ എന്ന് പറയുന്ന റൂമിൻ്റെ. ഞാനും കുഞ്ഞിപ്പെണ്ണ, ഞങ്ങളുടെ ഫാമിലി ഫോട്ടോ. ഞാൻ കുട്ടന് വേണ്ടി ബർത്ത്ഡേ ഗിഫ്റ്റ് കൊടുത്താ. അപ്പോൾ കുട്ടൻ റൂം കണ്ടിട്ടില്ല. കുട്ടന് ഭയങ്കര ഇഷ്ടമാവും. ഞാൻ അത്യാവശ്യം വൃത്തിയാക്കിയിട്ടുണ്ട് മൊത്തത്തിൽ. അപ്പോൾ ഞങ്ങൾ പോട്ടെ. ഇനി ഞാൻ അവിടെ എത്തിയിട്ട് ഷൂട്ട് ചെയ്യാം. ഞാനിപ്പോൾ ഇറങ്ങി. അയ്യോ, അവിടെ എത്തല്ലോ ചടങ്ങാലേ. മമ്മി കൂളിംഗ് ഗ്ലാസ് ഒക്കെ ഇട്ടിട്ടേ. ചുമ്മാ എടുക്കാട്ടോ വ്ളോഗ്. സ്ഥിരം പോണ പരിപാടി തന്നെ. പിന്നെ 2 ദിവസമായിട്ട് ഇപ്പോൾ വയനാട്ടിൽ വെയിലുണ്ട്. ഇപ്പോൾ വെയിലില്ല എന്ന് പറഞ്ഞാൽ മഴയില്ല. അത് വലിയൊരു കാര്യമാണ്. അപ്പം തന്നെ പോട്ടെ. 1-2 സാധനങ്ങളൊക്കെ മേടിക്കാറുണ്ട്. തിരിച്ച് വരുമ്പോഴും നെക്സ്റ്റ് ഓയിലൊക്കെ ഒന്ന് കയറണം. എത്ര കാലത്തിന് ശേഷമാണെന്ന് അറിയോ ഇങ്ങനൊരു വെയിൽ കാണുന്നത്. നല്ല ക്ലിയർ സ്കൈലമീ ആകാശം നോക്ക്. നമുക്ക് ഇതന്നെ ഭയങ്കര ഒരു പോസിറ്റീവാ. കാരണം അത്യാവശ്യം ഇപ്പൊ നല്ല ആള് വരുന്നുണ്ട് കേട്ടോ. ഓണത്തിനൊക്കെ നല്ല ബുക്കിംഗ് കാര്യങ്ങളുണ്ട്. ടൂറിസം ഒക്കെ ബാക്ക് ടു നോർമൽ ആയിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാവരുടെയും സഹകരണങ്ങൾ വേണം. കാരണം വയനാട്ടിലെല്ലാവരും ജീവിക്കുന്നത് ഡയറക്റ്റ്ലി അല്ലെങ്കിൽ ഇൻഡയറക്റ്റ്ലി ടൂറിസം ഡിപ്പെൻഡ് ചെയ്ത് തന്നെയാണ്. അപ്പോൾ നിങ്ങളാരും ഇങ്ങോട്ട് വരാണ്ടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിവിടെ ഉള്ളവരുടെ നിത്യജീവിതത്തെ ഭയങ്കരമായിട്ട് എഫക്റ്റ് ചെയ്യും. അപ്പോൾ എല്ലാവരും വയനാട് കാണാൻ വരിക. ഇപ്പോൾ സേഫാണ്, വേറെ കുഴപ്പമൊന്നുമില്ല. വയനാട് ട്രാവൽ ചെയ്യാൻ പീസ്ഫുള്ളാണ്. നല്ല ക്ലൈമറ്റാണ്. എന്നാൽ ചൂടൊന്നുമില്ല കേട്ടോ, തണുപ്പ് തന്നെയാണ്. ഈവനിങ് ആയ തണുപ്പാട്ടോ. ഞങ്ങളിപ്പോൾ വൈത്തിരി ടൗൺ എത്തി. അങ്ങനെ മീനങ്ങാടി എത്തിട്ടോ. ഇത് ഫുൾ വയനാട് നല്ല വെതറാണ്. വെക്കേഷൻ അപ്പോൾ ഇന്നത്തോടെ സ്റ്റാർട്ടായി. വയനാട്ടിൽ തിരക്കായി വരുന്നു കേട്ടോ. നാളത്തേക്ക് ഇനിയിപ്പോൾ ആള് കയറുമായിരിക്കും പ്രതീക്ഷിക്കുക. അല്ലെങ്കിൽ തിരുവോണം കഴിഞ്ഞിട്ടായിരിക്കും ആള് കയറുന്നത്. പക്ഷെ താഴേക്കൊക്കെ ഇപ്പോഴും മഴയാ തോന്നുന്നു അല്ലേ? അതെ. ചേട്ടൻ പോയിക്കോ. ഇനി ഇവിടെ നിന്നൊരു 4 കിലോമീറ്റർ അത്രേ ഉള്ളൂ കുട്ടൻ്റെ വീട്ടിൽ. 4-5 കിലോമീറ്റർ മാക്സിമം. നമ്മളവിടെ എത്തും. പോകുന്നു, ഫുഡ് കഴിക്കുന്നു, തിരിച്ചു വരുന്നു, അത്രേ ഉള്ളൂ. നമ്മളിപ്പോൾ ഓൾമോസ്റ്റ് കുട്ടൻ്റെ ഇവിടെ തന്നെ കേട്ടോ. ഇവിടെ മൊത്തം ഈ പൂ നിൽക്കുന്നതാണ്. എന്ത് ഭംഗിയാണെന്നറിയോ. ഇവിടെ എല്ലാ വീട്ടിൻ്റെയും ഭംഗിയ പൂവാ. കുഞ്ഞി അങ്ങനെ നമ്മൾ കുട്ടൻ്റെ അടുത്താനായി. കുട്ടൻ പോയിട്ട് ഇപ്പൊ എത്ര ദിവസം? 4 ദിവസമായില്ലേ മീ? 8 കഴിഞ്ഞ വെള്ളിയാഴ്ച പോയി. അല്ല, വെള്ളിയാഴ്ച അല്ല, ശനിയാഴ്ച ഞങ്ങൾ അവിടെ പോയി. വെള്ളി, ശനി, ഞായർ, തിങ്കൾ, ചൊവ്വ, ബുധൻ, വ്യാഴം, വെള്ളി 8 ദിവസമോ? അമ്പട കള്ള.
കുട്ടന് ഈ വർഷത്തെ കോട്ടായിരുന്നു. ആദ്യമായിട്ട് എത്ര ദിവസം നിക്കണേ? ഞാൻ കുട്ടന് നിക്കണമെന്നൊന്നുമില്ല. നമ്മള് പെയിന്റിങ് ആയതുകൊണ്ട് നിർത്തി. പിന്നെ സോഡുണ്ട്. നമ്മള് വീട്ടിലെത്തിട്ടോ. അമ്മേനെ കൊണ്ട് കൊടുത്തു. ട്രൗസറാലി കൂട്ടിയോ? കോളേജ് കിട്ടിയോ? എത്ര ദിവസം? 8 ദിവസമായി നീ വന്നിട്ട്. ഈ വർഷല്ലേ നീ മാസം 2 ദിവസം വെച്ച് കൂട്ടിയത് 6 മാസം കഴിഞ്ഞല്ലോ കൂട്ടാ. കുട്ടനെവിടെ? പറ്റൂല മോളെ, എടുക്കാനല്ലേ പറഞ്ഞേ. അങ്ങോട്ട് ഡാഡി 8 ദിവസം കഴിഞ്ഞിട്ട് കുഞ്ഞപ്പനെ കാണാം. കുഞ്ഞപ്പന്റെ കണ്ണിന്റെ മേലെ ഒരു കൊതു കടിച്ച്. കൊക്കച്ചോ കുഞ്ഞിനെ കൊക്കച്ചോടി. അതവളാണ് കണ്ണിന് മേലെ കൊണ്ട് തിരുമ്മി തിരുമ്മി തിരുമ്മിട്ട് അത് പിന്നെ പിന്നെ ഇല്ല എന്തേ ഓട്ടം മമ്മേന്റെ അടുത്തേക്ക് ഓടിപ്പോണല്ലേ. ഇനി കുറച്ചൊന്ന് ഓർത്തെടുക്കണേക്ക്. ഓർമ്മയൊക്കെ ഉണ്ടാവും പെട്ടെന്ന്. കണ്ടിട്ടില്ല. ആരാ അത്? ബാക്ക് ശരിയാക്കട്ടെ. ആരേടി? കിട്ടോ? അവള് വരുമോ നോക്കണമല്ലോ. മറന്നുപോയോന്ന് അറിയണ്ടേ. അവള് ഇതിനകത്ത് കുറച്ച് മറന്ന പോലെ ഉണ്ടല്ലേ. അതൊന്ന് കൂട്ടായി വരണായിരിക്കും. അല്ലെങ്കിൽ അവിടെ ഞാൻ ചാടി കരയണയാ. കുറച്ച് മറന്നു തോന്നണ്. റെഡിയാ വരുന്നുണ്ട്. പക്ഷെ 8 ദിവസമായി വീട്ടിൽ നിന്ന് പോയിട്ട്. മമ്മി എന്ന് പറഞ്ഞപ്പോൾ ഞാൻ കൂട്ടിയാണ് 8 ദിവസമായി. അപ്പൊ നിന്റെ ഓണം ലീവ് കഴിഞ്ഞു. ഓണം ലീവ് കഴിഞ്ഞു. ഇത്ര ദിവസമായി കണ്ടിട്ട് ഒരു വെടിയുണ്ടല്ലോ. ഇവിടെ എല്ലാ കൊതുകും പിരികത്തിലടിക്കുക സ്ഥിരമായിട്ട്. വെടിയുണ്ടോലെ എന്താണ് എന്റെ ഓണം? അങ്ങനെ ഓണാഘോഷം തകർത്തോ? എപ്പോ എത്തി? രാത്രിയായോ? പപ്പനെ വിളിക്കണ്ടാവും. ഓടിക്കോട്ടെ. ആ ചെഞ്ചരിയാണ്. എന്താ ശരി? എന്തിനാ മധുരം? ഇത് മതി. ടുട്ടൂന് പാഷൻ ഫ്രൂട്ടും ടുട്ടൂന് പുളിപ്പേരും. എനിക്കൊന്നുമില്ലേ? ഇത് കറക്റ്റ് സമയത്താവണം. ഇതിപ്പോ ഓൾമോസ്റ്റ് എല്ലായിടത്തും ആയി തീരാനായി. ആരേ വിസിലടിച്ചേ? നീ പോണ കിട്ടും.
അരെ പിടിപെടാ എടാ മൂപ്പർ അയച്ചൂടി റെഡിയാണ്. അത് മറ്റേ കൊടേനെ മുമ്പ് തൂങ്ങിയേക്കണ മനസ്സിലല്ലേ? പണ്ട് ഇങ്ങനത്തെ ഒരു കുട കിട്ടാൻ ഞാൻ അത്ര ആഗ്രഹിച്ചിട്ടുണ്ടോ? എനിക്ക് ഇങ്ങനത്തെ കുട ഉണ്ടായില്ല, ഇങ്ങനത്തെ കളർഫുൾ കുട. എനിക്ക് സാധാ കുടയൊക്കെ അല്ലേ നമ്മുടെ വലിയ അവള് വ്ളോഗറിന്റെ മോളാണ്. ഹലോ ഗൈസ്, ഐ എം ഗോയിങ് ബാക്ക് ടു മൈ ഹോം. പറ ഹലോ ഗൈസ് പറ. നല്ല ഉടുപ്പ്, സുന്ദരി, നല്ല പൊട്ടൊക്കെ തൊട്ട്, കണ്ണൊക്കെ എഴുതി, തലയിലൊക്കെ ഉണ്ട് കിട്ടുന്നത്. ഇവിടെ പോണ്ടേ? ഇന്ന് 10 ദിവസം നിന്റെ പറക്കിൽ ഇവിടുന്ന് എടുത്തുന്നാ? അപ്പോൾ ഒട്ടിലിവിടുന്ന് വർഷത്തെ നമുക്ക് പഴുത്ത മാത്രം എടുത്താൽ മതി. അത് ഞാൻ ഗ്യാസ് മേടിച്ച് ഉണക്കി നല്ല ഒരുപാട് നല്ല കുരുവുള്ളതാ. അമ്മ നീ ഒരുപാട് സാധനം ഉണ്ടായിപ്പിച്ചിട്ടുണ്ടാവൂലേ മമ്മിയെ കൊണ്ട്? ഞാൻ ആകെ പറഞ്ഞത് ബീഫാ. ഇവിടെ ഒരു 10 സാധനം ഇവിടെ പറഞ്ഞിട്ടുണ്ടാവുമല്ലോ. മമ്മീനോട് എന്തെങ്കിലും പറഞ്ഞ് ഉണ്ടായിപ്പിച്ചോ? പറയുമ്പോ ശരി. ബാക്കി ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ. നീ ഇരിക്കണം. കഴിച്ചോ? ആണോ? എനിക്ക് നല്ല വിഷമുണ്ട്. അയ്യോ രാവിലെ ഒന്നും കഴിക്കാത്തോണ്ടേ. അത് മൊത്തട്ടോ കുട്ടായി സ്നേഹമുണ്ടല്ലോ. യെസ്, നമ്മൾ ചോറ് കഴിക്കും. ആദ്യം മോര് ടേസ്റ്റ് ചെയ്യോ? എന്തിന്? ഇതല്ല കുട്ടന്റെ കറക്റ്റ് കളറ്. നീ കുരുമുളക് പൊടി എന്നാണല്ലോ പറഞ്ഞത്. കാബേജ് ഉപ്പേരി. വാവ്. കക്കരിയോ? പപ്പങ്ങ. പപ്പായ. ഓ അത് കണ്ടു വേണോ? ഇന്നലെ മേടിച്ച് വരട്ടി മതി മതി. ഒരു ദിവസം ഡയറ്റൊക്കെ മറക്കുക. ബീഫ് ഫസ്റ്റ് ക്ലാസ്. മമ്മി ബീഫ് ഒരു രക്ഷയില്ല. നല്ല ചമ്മന്തി മാങ്ങാഞ്ചി ബീഫ് എന്ത് രസാ സൂപ്പറാ അല്ലേ? ഇനി ചമ്മന്തിയും കൂട്ടി ഒരു കഷ്ണം ചമ്മന്തിയും ബീഫും. നല്ല ചമ്മന്തി. ശരിക്കല്ലേ ഈ ചമ്മന്തി ഈ ബീഫ് മാത്രം മതി. എന്നാ ടേസ്റ്റാ അല്ലേ? ഐറ്റംസ് വന്നു കേട്ടോ. മീൻ പീര ഉണ്ട്, മീൻ നത്തോലി വറുത്തത്, ചമ്മന്തി, ബീഫ്, ഉപ്പേരി, മോരുകറി. ബീഫ് രക്ഷയില്ല. ചമ്മന്തി ചമ്മന്തി മാങ്ങാഞ്ചിന്റെ ചോറ് കിട്ടിയിട്ട് എത്ര കാലം സത്യം. വേണ്ടുവോളം മാങ്ങാഞ്ചി അമ്മച്ചിക്കല്ലേ? അമ്മച്ചിക്ക് കൊടുക്കാനുള്ളതുണ്ട്. ഞാൻ കൊറേ എടുത്തുണ്ട്. ഒരുപാട് വേണ്ടപ്പാ. അത്ര മതി. ചമ്മന്തി വെച്ചില്ല. ചമ്മന്തി കിട്ടില്ല. ചമ്മന്തി മമ്മി ചമ്മന്തിയാ ബീഫ് മാത്രം മതി കൊടുക്കാൻ. ഓരോന്നോരോന്നോരോ ടേസ്റ്റ് ചെയ്യട്ടെ.
ചമ്മന്തി, കുറച്ച് ഉപ്പേരി, ഒരു ലക്ഷം ബീഫ്. അത് നല്ല നല്ല വെന്തുണ്ട് ചോറ്. ചോറ് മാത്രമല്ല ബീഫൊക്കെ ഉള്ളത്. ഇട്ടോളാം പിന്നെ ഇട്ടോളാം. മിന്നൂസ് കഴിച്ചല്ലേ? മമ്മി വാ. ഞങ്ങളെ കഴിപ്പിച്ച് നെക്സ്റ്റ് പീരെടുക്കട്ടെ. ഇപ്പോൾ ഹോട്ടലിൽ നിന്ന് കഴിക്കണ തന്നെ ഉണ്ട്. നല്ലേ പിമ്പീരൊക്കെ മമ്മി എല്ലാം അടിപൊളിയുണ്ട്. എല്ലാം അടിപൊളിയായിട്ടുണ്ട്. നല്ല രസമുണ്ട്. സോ ഗുഡ്. മീൻപീരയും ചോറും. ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞ് കുട്ടൻ തിരിച്ച് 8 ദിവസത്തെ സുഖ ചികിത്സയ്ക്ക് ശേഷം കുട്ടൻ തിരിച്ച് ബംഗാളി കുട്ടൻ. എനിക്ക് ആ റൂം കൊടുത്തേക്കപ്പോൾ ആകെ ഞാൻ കുടുങ്ങിയ എന്താ അറിയാം, ഇവളുടെ ഉടുപ്പും കൊണ്ടാ. ഇത് എവിടെയാവുന്ന വെക്കുക. ഇപ്പോഴും റൂം കയറ്റിയിട്ടില്ല. എടി നമുക്ക് ആ പഴയ പെയിന്റുമായിട്ട് കഴിച്ച് അവിടെ തൂക്കിയിട്ടല്ലോ. പ്ലാസ്റ്റിക് കവറിൽ കെട്ടിയിട്ട്. എടി അത് എവിടെ, അത് കയറ്റിയ റൂമിന്റെ ലുക്ക് പോയി. എടി കുഞ്ഞപ്പനെ എടുക്കാൻ മറക്കല്ലേ. കുഞ്ഞാപ്പിനെ എടുക്കാൻ മറക്കാണ്ടിരുന്നേ. ഫുഡ് കഴിച്ചിട്ടുണ്ട്. എടി പപ്പനോടെ പടത്തിന് വേണേ നീ. ഫുഡ് കഴിച്ചിട്ടേ അയ്യോ ഇടല ഫുഡായിരുന്നു കേട്ടോ. പീര, മാങ്ങാ ചമ്മന്തി, ഉപ്പേരി, മോരുകറി, ബീഫ്, നത്തല്, പച്ചക്കുരുമുളകും നല്ല കാന്താരി ഇട്ട് വറുത്തത്. അടിപൊളിയാണ്. കൂട്ടൻ്റെ മമ്മി വെക്കുന്നതിൽ ഏറ്റവും ബെസ്റ്റ് ഐറ്റം കേട്ടോ ബീഫ്. ഒരു രക്ഷയില്ലാത്ത ബീഫാണ്. കിടിലം ബീഫ്, നമ്പർ 1 ഫസ്റ്റ് ക്ലാസ് ബീഫാണ്. അപ്പോൾ നമ്മളിനി ഇവിടെ തിരിച്ചു പോകട്ടോ. 1-2 സാധനങ്ങൾ മേടിക്കാണ്ട് എന്നിട്ട് നമുക്ക് നേരെ തിരിച്ച് നമ്മുടെ വീട്ടിലേക്ക്. നമുക്ക് വീട്ടിൽ പോവാ. നമുക്ക് പോവാം. ചുണ്ടരി ആയല്ലോ. പാവാടെ കൊടുത്തിട്ട് ഫോട്ടോ അയച്ചിടാറോ? അതെടുത്ത് വെച്ചോ കൊച്ചിന്റെ പാവാടയും കുട്ടൻ അങ്ങനെയാ. കുട്ടനെ കൊണ്ട് എവിടെ പോവാണെങ്കിലും ഒരു ബുദ്ധിമുട്ടും ഇല്ല, ഒന്നുമില്ല. അവളുടെ കാര്യം അവള് എപ്പോഴും. എന്റെ നോക്കണേ മുടി വലുതായില്ലേ. പോവാ എല്ലാരോടും പറഞ്ഞു. ശരി ഇടിയാ സിനിമയ്ക്ക് വേണേ പപ്പനെ കൂട്ടിയിട്ട് കേട്ടോ. പപ്പനെ കാത്തിരിക്കുന്നുണ്ട്. പപ്പനെ അങ്ങോട്ട് ഞങ്ങൾ കൊണ്ടുപോകാൻ. ഞങ്ങളിന്ന് വൈകുന്നേരം ആണെങ്കിൽ അടി വന്നാനേ. ഡാഡി എന്നോടൊന്ന് പറഞ്ഞു 2 ഡാഡി വരെ അങ്ങോട്ട് പക്ഷേ പരസ്പരം 2 കാണാൻ പറ്റുന്നില്ല. ഡാഡി പപ്പനെയും കൂട്ടി വീട്ടിക്ക് പോകാൻ നിൽക്കുക. മമ്മി ടാറ്റാ ബൈ ബൈ. ഇടയ്ക്ക് കൊണ്ടുപോയി ഡാഡി. മമ്മി ടാറ്റ. എന്താണ് നമ്മള് വീട്ടിൽ പോണ്ടേ. ഇപ്പൊ തുറക്കാം, 1 മിനിറ്റ്. എവിടെ കയറല്ലോ മോനെ പോവാ നമുക്ക്. വഴിയിൽ കണ്ടാ പറയാ. കുഞ്ഞിനെ കണ്ടായിരുന്നു ഞാൻ. കുഞ്ഞി അവിടെ ഇരിപ്പുണ്ടായി. അങ്ങനെ ഞങ്ങൾ അമ്മി വെയിറ്റിലൊന്നും ഇറക്കണ്ട. അത് മതി.
അങ്ങനെ നെസ്റ്റോയിലൊക്കെ പോയി സാധനമൊക്കെ മേടിച്ച് വീട്ടിലെത്തിയിട്ടോ നല്ല ടയേർഡ്. എനിക്ക് ഫുഡ് കഴിച്ചിട്ട് ഓവറായിട്ട് ഉറക്കം വന്നൊരു രക്ഷയില്ല. അപ്പോൾ ഈ കുഞ്ഞു വ്ലോഗ് കൂടെ അവസാനിപ്പിക്കുകയാണേ. ബൈ.